നമുക്കൊരു വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ കുറേ കാലമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവസാനം ഷിനീഷുമായിട്ടും ടാപ്ലോണായിട്ടും നമ്മളൊന്ന് ഒരു ഡിസ്കഷൻ വന്നു. നമ്മളൊരു സജഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു റിക്വയർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടൈം അല്ലെങ്കിൽ അതിനൊരു ഇഷ്യൂ പറയാതെ അല്ലെങ്കിൽ അത് വളരെ പ്രോംപ്റ്റ് ആയിട്ട് അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരാറുണ്ട്. ഞാൻ കൃഷ്ണചന്ദ്രൻ, ഞാൻ അഹല്യ ഫിൻഫോറക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ്. ബിസിനസിന്റെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫേസ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. നമുക്കൊരു വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കാലമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവസാനം ഷിനീഷുമായിട്ടും ടാപ്ലോണായിട്ടും നമ്മളൊന്ന് ഒരു ഡിസ്കഷൻ വന്നു. അവരുടെ പല പ്രൊജക്ടുകൾ നമ്മൾ കണ്ടു. കുറേ കാലമായിട്ട് നമ്മൾ അവർ പല എങ്ങനെ കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള പല ഡിസ്കഷൻസ് വന്നു. ഒരു നല്ല രീതിയിൽ അതിനെ അത് ചെയ്തു, നല്ല രീതിയിൽ അതിനെ ഡെലിവർ ചെയ്തു. അവസാനം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് അതിന് കിട്ടി. ഒരു കോർപ്പറേറ്റ് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല രീതിയിൽ പുതിയ AI ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഔട്ട്പുട്ട് അവർ നമുക്ക് തരികയുണ്ടായി. നമ്മൾ കാണാത്തതായിട്ടും അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യാത്തതായിട്ടുള്ള പല പോയിന്റുകളും അവരുടെ ഭാഗത്ത് തന്നെ നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അതെല്ലാം ഇവർ വളരെ അവരുടെ ഭാഗത്തു നിന്നുള്ള വളരെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു സാധനം ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സർവീസ് കിട്ടാതിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എപ്പോൾ കഴിഞ്ഞാലും നമ്മളൊരു സജഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു റിക്വയർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടൈം അല്ലെങ്കിൽ അതിനൊരു ഇഷ്യൂ പറയാതെ അല്ലെങ്കിൽ അത് വളരെ പ്രോംപ്റ്റ് ആയിട്ട് അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരാറുണ്ട്. ഡൗൺ ടൈം എന്തെങ്കിലും സൈറ്റ് ഡൗൺ ആവുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ. അതൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു.